ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സാറ്റിൻ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്. ആദ്യം ഈ തുണിയെ ഒന്ന് നിവർത്തിയെടുക്കാം. അതിനുശേഷം കുട്ടിയുടെ തലയുടെ ചുറ്റളവ്, അതായത് ഹെയർ ബാൻഡ് ഇടുന്ന അവിടുത്തെ ചുറ്റളവ് എത്രയാണെന്ന് നോക്കണം. ആ ചുറ്റളവ് പ്ലസ് അതിൻ്റെ കൂടെ 4-5 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണിയിൽ മാർക്ക് ചെയ്യാനായിട്ട്. ഞാനിവിടെ 19 ഇഞ്ച് ചുറ്റളവിലാണ് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 19ൻ്റെ കൂടെ ഞാനൊരു 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 19 + 4 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ 23 ഇഞ്ചാണ് വരിക. അപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് അടക്കം 23 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് എന്തായാലും എക്സ്ട്രാ എടുക്കണം. അപ്പോൾ 1 ഇഞ്ചായി. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് വേണം, അപ്പോൾ 1.5 ഇഞ്ചാവും. അങ്ങനെ ടോട്ടലായിട്ട് അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. തലയുടെ ചുറ്റളവ് 19 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്നും 2 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 17 ഇഞ്ചിൽ വെച്ചിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്ത് എടുക്കുകയാണ്. തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് 17 ഇഞ്ച് എടുക്കേണ്ടത്. ഇനി ഹെയർ ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശങ്ങൾ ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇലാസ്റ്റിക് ഒന്ന് ഇതുപോലെ വെച്ചിട്ട് നോക്കുക, ഇലാസ്റ്റിക് കയറാനുള്ള ലൂസ് ഉണ്ടോ എന്ന്. ലൂസ് ഇല്ലെങ്കിൽ ലൂസ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അറ്റത്തും ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതുപോലെ ഒരു പെൻസിലോ പെന്നോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ തുണിയെ ഒന്ന് നല്ല വശത്തേക്ക് മറിച്ചിട്ട് എടുക്കണം. ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നേരത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അകത്തേക്ക് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് വീതം ഇലാസ്റ്റിക്കിൻ്റെ അറ്റങ്ങൾ തമ്മിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഒരു 4-5 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഈ സാറ്റിൻ ക്ലോത്തിൻ്റെ അറ്റങ്ങൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് വീതം ഉൾവശത്തേക്ക് മടക്കി കൊടുക്കുക. 2 അറ്റങ്ങളും മടക്കി കൊടുക്കണം. അതിനുശേഷം ഒരറ്റത്തിൻ്റെ ഉള്ളിലോട്ട് മറ്റൊരു അറ്റം വെച്ചിട്ട് നമുക്ക് എലാസ്റ്റിക് ഒന്നും കാണാത്ത രീതിയിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇലാസ്റ്റിക് മടങ്ങിയൊന്നും പോയില്ല, കറക്റ്റായിട്ട് തന്നെ നിന്നോളും. ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 22 ഇഞ്ച് നീളത്തിലൊരു തുണി എടുത്തിട്ടുണ്ട്. 5 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്.
ഈ തുണിയെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കണം. ഇനി ഇതിൻ്റെ അറ്റം ഒരു 1/4 ഇഞ്ച് വീതം മുഴുവശത്തേക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഞാനൊരു സൂചിയും നൂലും കൂടി എടുത്തിട്ടുണ്ട്. നൂലിൻ്റെ ഏറ്റവും അറ്റത്ത് ഞാനൊരു കെട്ടിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഒരുപാട് പെറ്റൽസ് ഉള്ള ഫ്ലവർ പോലെ നിന്നോളും. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഞാനൊരു വൈറ്റ് കളർ ബീഡ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഹെയർ ബാൻഡിലേക്ക് ഈ ഫ്ലവറിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ഹെയർ ബാൻഡ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്ലവറൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഫ്ലവർ ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണ് ഇഷ്ടം വെച്ചാൽ പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഹെയർ ബാൻഡ് ഇട്ടിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.